ടീച്ചേഴ്സിന് AI ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? വിത്തൗട്ട് എ ഡൗട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും എല്ലാ ടീച്ചേഴ്സും AI ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാനൊരു 4 യൂസ് കേസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഓരോ ടീച്ചറിനും മനസ്സിലാകും നമ്മൾ എന്തിന് AI ടൂളുകൾ ഉപയോഗിക്കണം, നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം ഫാസ്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. ടീച്ചേഴ്സിന് AI എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള 2, 3, 4 എക്സാമ്പിൾസ് ആണ് കാണിച്ചു തരുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആ 4 യൂസ് കേസുകൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കണം? ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കൊരു അനദർ ഇൻ്റലിജൻസിനെ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് മെത്തേഡിൽ പുതിയ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒന്നുകൂടി വളരെ ഹൈ എഫിഷ്യൻസി ഉള്ള ഒരു ടീച്ചർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലെസൺ പ്ലാനുകൾ മേക്ക് ചെയ്യണം. അങ്ങനെ എന്തും നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ഇൻ്റലിജൻസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ AIനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു യൂസ് കേസ് പറഞ്ഞാൽ ഞാൻ AI ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റൊരു ബ്രെയിനിനെ അല്ലെങ്കിൽ മറ്റൊരു ബ്രെയിൻ സ്റ്റോമിങ് അസിസ്റ്റൻറ്റിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസിനെ ഡബിൾ ആക്കുന്നതിനോ ഇൻ്റലിജൻസ് കപ്പാസിറ്റി കൂട്ടുന്നതിനോ നമ്മൾക്ക് AI ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ഉപയോഗം. അത് എല്ലാവർക്കും പറ്റും, ഏത് ആളുകൾക്കും പറ്റും. രണ്ടാമത്, ടീച്ചേഴ്സ് AI ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അവർക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. കുറേ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശനിയാണെങ്കിലും ഞായറാണെങ്കിലും അവർ വീട്ടിൽ പോയിരുന്നിട്ട് ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുന്നുണ്ട്. അതായത് അവർ ശരിക്കും പറഞ്ഞാൽ ഓരോ ടീച്ചേഴ്സും ക്ലാസ്സുകളിൽ സമയം സ്പെൻഡ് ചെയ്തുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഓരോ ക്ലാസ്സുകൾക്ക് വേണ്ടിയും അവർ പ്രിപ്പയർഡ് ആകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് എടുക്കുക, അവരുടെ മക്കൾക്ക് അത് ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടെ. അപ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചർ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഹവേഴ്സ് എടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അതായത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യരുത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചില കാര്യങ്ങൾ AIനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ AIനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില ടീച്ചേഴ്സ് ടെക്നിക്കലി അത്ര സൗണ്ട് ഗുഡ് ആവില്ല. അതായത് ഇപ്പോൾ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് മേക്ക് ചെയ്യുന്നതിലൊന്നും ഒരു ടീച്ചർ ചിലപ്പോൾ ഗുഡ് ആവില്ല. പക്ഷേ AIൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ AI ഏതൊരാൾക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ബി നിങ്ങൾക്ക് AIൻ്റെ സഹായത്തോടെ വളരെ ക്വിക്കായിട്ട് നിർമ്മിക്കാൻ പറ്റും. അതിൻ്റെ ഡിസൈൻ അടക്കം നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ AI ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ക്വിക്ക് ആവാം, ഫാസ്റ്റ് ആവാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ സൗരയൂഥത്തെക്കുറിച്ച് പഠിപ്പിച്ച് തരുന്ന അല്ലെങ്കിൽ സൗരയൂഥത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ദിവസം ഭയങ്കര ഇഷ്ടമാണ്. കാരണം അന്നാണ് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആ ഒരു ടൂൾസ് കൂടുതൽ കൊണ്ടുവരിക. കാരണം അന്നത്തെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൂളുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലിമിറ്റഡ് സോഴ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അനേകം യൂസ് കേസുകൾ അല്ലെങ്കിൽ അനേകം ടൂൾസുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പം അത് ഈ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ടൂൾസുകൾ, ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, AI ഉപയോഗിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസ് കേസുകൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെല്ലാവരും AI വെച്ചിട്ട് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ AI വെച്ചിട്ട് വിഷ്വൽ ക്രിയേഷൻസ് നടത്താറുണ്ട്. അവിടെ നിങ്ങൾക്ക് AI വെച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വേണ്ട എലമെൻറ്റുകൾ അല്ലെങ്കിൽ വിഷ്വൽ എലമെൻറ്റുകൾ നിർമ്മിക്കാൻ സാധിച്ചാൽ എങ്ങനെ? ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ന്യൂട്ടൻ്റെ 3rd ലോ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ക്രിയേഷൻ ടൂള് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് നമ്മളുടെയൊക്കെ ഒരു ടീച്ചറിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ടീച്ചർ പരമപ്രധാനമായ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, തൻ്റെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും ക്വിക്കായിട്ട്, ഫാസ്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ന്യൂട്ടൻ്റെ 3rd ലോ ജെമിനൈയിലുള്ള ഒരു ഇമേജ് ക്രിയേഷൻ, വിഷ്വൽ ക്രിയേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് ഞാൻ നിർമ്മിച്ചതാണ്. അപ്പം നമ്മുടെ KSRTC വെച്ചിട്ട്, മാർഷൽ ആർട്സ് വെച്ചിട്ട്, അതേപോലെ തന്നെ ഒരു മുക്കുവൻ വല വലിക്കുന്നത്,
അപ്പോൾ ഈ 3 എക്സാമ്പിൾ വെച്ചിട്ടും ആ കാര്യത്തെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഏതൊരു കുട്ടിക്കും ഈ ഒരു ഇമേജ് കാണുമ്പോൾ വളരെ ക്വിക്കായിട്ട് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പലവിധ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ക്രിയേഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പലതും വിഷ്വൽ എലമെന്റുകൾ കാണിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. അപ്പം ആ സമയത്ത് നിങ്ങൾ നോർമലി മിക്ക ടീച്ചേഴ്സും ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ ബോർഡിലൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കും. പക്ഷേ അവിടെയും നിങ്ങൾക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പ്രൊജക്ടൈൽ മോഷനെ കുറിച്ചിട്ട് ഒരു വിഷ്വൽ എലമെന്റ് ഞാൻ AI വെച്ചിട്ട് നിർമ്മിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ ലോഞ്ച് ആംഗിൾ നമ്മൾക്ക് മാറ്റാൻ സാധിക്കും. എത്രയാണ് ലോഞ്ച് ആംഗിൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വെലോസിറ്റി നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ആ ഒരു നമ്മൾ കൊടുത്ത മെഷർമെൻറ്റിൽ ഇത് വർക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഏതും വിഷ്വൽ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കാം. ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഫിസിക്സ് ടീച്ചേഴ്സിന് ഇത് ഉപയോഗിക്കാൻ പറ്റും, മാത്സ് ടീച്ചേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം ഇങ്ങനെ അനേകം യൂസ് കേസുകൾ ഈ ഒരു വിഷ്വൽ ക്രിയേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു പെയിൻ പോയിന്റ്സ് ആണ്. ഒരുപാട് സമയം എടുത്തിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മേക്ക് ചെയ്യാറുള്ളത്. അവിടെ തന്നെ ടെക്നിക്കലി സ്കില്ലില്ലാത്ത ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കൂടി ഹെക്റ്റിക് ആകും. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ സഹായത്തോടെ നിർമ്മിക്കാൻ സാധിക്കും. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറേ ടീച്ചേഴ്സിൻ്റെ ഒരു പെയിൻ പോയിന്റ്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വളരെ സമയം എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ടെക്നിക്കലി സൗണ്ട് അല്ലാത്തൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് ക്വിക്കായിട്ട് നമുക്ക് അതിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനിലും നിങ്ങൾക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫാസ്റ്റ് ആവും, ക്വിക്ക് ആവും, ക്രിയേറ്റീവ് ആവും, അഡ്വാൻസ്ഡ് ആവും. നിങ്ങളടുത്ത് ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ AI for Teachers എന്നുള്ളൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്ത ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളാണ്. അവരൊക്കെ, അതായത് കോഴ്സ് എൻറോൾ ചെയ്ത ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള വോയിസുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ടീച്ചേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. കേരള സ്റ്റേറ്റ് സിലബസ് +2 ഫിസിക്സിനായി 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മോഡൽ പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുക. ഇതിൽ ആകെ 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. 8 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ, 8 ലോഗി ചോദ്യം, അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇതിൽ എന്ത് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർജിൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ടൈറ്റിൽ ബോൾഡ് ആക്കണമെങ്കിൽ, അങ്ങനെ എന്തോ നിങ്ങൾക്ക് ലളിതമായിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് മാറ്റാൻ സാധിക്കും. അതായത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡിലോ ഗൂഗിൾ ഡോക്കിലോ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അലൈൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ക്വിക്കായിട്ട് അതിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പല യൂസ് കേസുകളും നമ്മുടെ കോഴ്സിൽ എത്തുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നാലാമത്തെ ഒരു യൂസ് കേസ് കൂടി ഞാൻ നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാസ്സിൽ ഭയങ്കര ക്രിയേറ്റീവ് ആകേണ്ട ഒരു ടെക്നിക്കാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഒരു ടൂള് ജെമിനായി ഓപ്പൺ ചെയ്തു. ജെമിനായി ഓപ്പൺ ചെയ്തിട്ട് ഇതിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഹായ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് കാണാപ്പാഠം പഠിക്കാൻ തീരെ ഇഷ്ടമല്ല. ചരിത്രത്തിലെ 1ാം സ്വാതന്ത്ര്യ സമരം ഒരു സസ്പെൻസ് സിനിമയിലെ കഥ പോലെ എനിക്ക് പറഞ്ഞു തരുമോ? എനിക്ക് ചിന്തിക്കാൻ പാകത്തിന് ഇടയ്ക്ക് ചെറിയ ചോദ്യങ്ങളും ചോദിക്കണം. തീർച്ചയായും, ചരിത്രത്തിലെ 1ാം സ്വാതന്ത്ര്യ സമരം ഒരു സസ്പെൻസ് സിനിമയുടെ കഥ പോലെ നമുക്ക് കാണാം. ഇത് തുടങ്ങുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു വൻ ശക്തിയുടെ വരവോടെയാണ്. അവർ ഇന്ത്യയെ സാവധാനം കീഴ്പ്പെടുത്തി അവരുടെ കളി തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എങ്ങനെയാണ് അധികാരം സ്ഥാപിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ ഇന്ത്യയെ സാവധാനമാണ് കീഴ്പ്പെടുത്തിയത്. അതെ, പല നാട്ടുരാജ്യങ്ങളെയും അവർ ഓരോന്നായി വരുതിയിലാക്കി. ഇത് ജെമിനായിയുടെ ലൈവ് ഇന്ററാക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇപ്പം ഇത് ഒരു യൂസ് കേസുകളാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള അമേസിംഗ് ആയിട്ടുള്ള പല യൂസ് കേസുകളും നമ്മൾക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഞാൻ കാണിച്ച ഓരോ ടൂൾ വെച്ചിട്ടും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ AI for Teachers എന്നുള്ള ഈ ഒരു കോഴ്സ് ഭയങ്കര യൂസ്ഫുൾ ആവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ, നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ട്, വാട്സപ്പ് നമ്പർ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. Thank you so much for watching.